ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്ബെറി. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സാധനത്തിൻ്റെ വേറൊരു വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ക്രോഷ്യ വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ലിൽ തിങ്സ് എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഇത് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എനിക്കിതിൻ്റെ പാറ്റേൺ ഒന്ന് എൻ്റെ ബുക്കിനകത്തേക്ക് എഴുതി വെച്ചിട്ട് അത് നോക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പാറ്റേൺ അറിയില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ ഏകദേശമൊക്കെ അറിയാം. എന്നാലും നമ്മുടെ പാറ്റേൺ എഴുതി വയ്ക്കണമല്ലോ. ഞാൻ പാറ്റേൺ എഴുതാൻ വേണ്ടിയിട്ട് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ശരിയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും എൻ്റെ ഡൗട്ട് വരികയാണെങ്കിൽ ലിൽ തിങ്സിൻ്റെ ഇത് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം, നമുക്കത് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിച്ചു കുറേ ഇതുണ്ടാവും, പക്ഷെ ആകെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. പക്ഷെ ചെയ്യുമ്പോൾ കുറേ ചെയ്യണമെന്നുള്ളൂ, പക്ഷേ ഇത് സെയിം മെത്തേഡ് തന്നെ കുറച്ചധികം ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ യാൺ. ഞാൻ ഈ യാണിനാണ് ചെയ്യാൻ പോകുന്നത്. ഈ കളറാണ് എൻ്റെ യാണിൻ്റെ കളർ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഹുക്ക്, യാണ്, പിന്നെ ഇത് ഓപ്ഷണലാണ്. ഭയങ്കര ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സീസേഴ്സ് വേണം, പിന്നെ നമ്മൾ നീഡിൽ വേണം. ഇത് വളഞ്ഞിരിക്കുന്നത് ഞാൻ കടിച്ചത് കൊണ്ടാണ് കേട്ടോ. എനിക്കിത് വലിച്ചെടുക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ഒന്ന് കടിച്ചെടുത്തു. അപ്പോൾ അത് വളഞ്ഞു പോയി. കാരണം മറ്റേ ഇതാണ് നല്ലത്, മെറ്റലിൻ്റെ പുറത്തെയാണ് നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളൂ. നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ യാൺ എൻഡ് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡിൽ 2 ഫിംഗേഴ്സ് വെച്ച് പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ 2 ഫിംഗേഴ്സ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനെ ഇങ്ങനെ പിടിക്കുക. യാൺ എൻഡാണ്, ഈ യാൺ എൻഡിനെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് ലെഫ്റ്റ് ഹാൻഡിൽ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ തിരിക്കാം. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ തം ഫിംഗർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മറ്റേ യാണിനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ഈ യാണിനെ നമ്മളിങ്ങനെ ഇപ്പോൾ കണ്ടോ ഈ ഒരു രീതിക്ക് പിടിക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത സ്ലിപ്പ് നോട്ടായി. ഒന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. യാൺ എൻഡിനെ പിടിക്കുക, റൈറ്റ് ഹാൻഡ് വെച്ച് പിടിക്കുക. ഇനി നമ്മൾ 2 ഫിംഗേഴ്സ് ലെഫ്റ്റ് ഹാൻഡിൽ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ തം ഫിംഗർ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പിടിച്ച് വെച്ചിരിക്കുന്ന യാൺ എൻഡിനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഫിംഗേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ എടുത്ത് രണ്ടും കൂടെ ഒരുമിച്ചതേ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ നമ്മുടെ സ്ലിപ്പ് നോട്ടാവും. എന്നിട്ട് നമ്മുടെ ഇതിനെ യാൺ ടെയിൽ എന്ന് പറയും, ഇതിനെ യാൺ വർക്കിംഗ് ആണെന്ന് പറയും. അപ്പോൾ യാൺ ടെയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, ഇത് ചെറുതാവും. അപ്പോൾ ഇത് 4mm ഹുക്കാണ്. ഇതിന് വേണ്ടത് 4mm ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ് കിട്ടുക. ഇതിനെ ലൂപ്പ് എന്നാട്ടാ പറയുക. ഇതിനെ ലൂപ്പ് എന്ന് പറയും. ലൂപ്പ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ആയിരിക്കും ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഒരു ചെയിൻ ചെയ്തെന്ന് വെച്ചോ. ഞാനിപ്പോൾ ഒരു ചെയിൻ ചെയ്തെങ്കിൽ ഇനി ഇതിനെ വലിച്ചെടുക്കണം. മീൻസ് ഇത് ഇത്രയും വലുതായല്ലോ, നമ്മുടെ ലൂപ്പ് ഇത്രയും വലുതായല്ലോ. ലൂപ്പ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വർക്കിംഗ് ആണ് വെച്ചിട്ട് വലിച്ചാലാണ് ശരിയാവുള്ളൂ. ഇനി ഇവിടെ പിടിച്ച് വലിച്ചാൽ യാൺ ടെയിൽ പിടിച്ച് വലിച്ചാൽ ചെറുതാവില്ല. ഇനി നമ്മൾ ഹെഡ് ബാൻഡിന് എത്ര വീതി വേണോ അത്രയും ചെയിൻ ചെയ്യണം. ഫൗണ്ടേഷൻ ചെയിൻ എന്ന് പറയും. ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യാൻ 9 ചെയിനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം 9 ചെയിൻ ചെയ്യാം. അപ്പം ആദ്യം നമ്മളിത് എങ്ങനെ പിടിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗേഴ്സ് പിടിക്കാം. എന്നിട്ട് ഇതിനകത്തേക്കൂടെ നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട്
ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെയൊന്ന് എടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒന്നും കൂടെ കാണിച്ചു തരേ. നമ്മൾ 3 ഫിംഗർ എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ, പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഈ ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മളിതൊന്ന് ചെറുതാക്കി ഇതിൻ്റെ അളവിന് കൊടുക്കാം. എന്നിട്ട് ഈ 2 വിരലില്ലേ, മിഡിൽ ഫിംഗറും തമ്പും കൂടെ ഈ നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ അറ്റത്തുള്ള ഈ ഒരു കെട്ടിയിട്ട പോലത്തെ സാധനമല്ലേ, അതിൽ നമ്മൾ പിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ യാൺ ചെയ്യുമ്പോൾ, നമ്മളിത് ക്രോഷ് ചെയ്യുമ്പോൾ പിടിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് 2 മുറുക്ക പിടിച്ചോണം. ഇത് നമ്മൾ വലിച്ച് അത്യാവശ്യം നന്നായിട്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 9 ചെയിൻസ് ആണ്. ഫൗണ്ടേഷൻ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിച്ചല്ലോ. ഇനി നമ്മുടെ ഹുക്ക് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. ഇനി നമ്മൾ ഇതിനെ യാൺ ഓവർ എങ്ങനെ ചെയ്യാം? യാൺ ഓവർ ഇങ്ങനെ ഇതിപ്പം ഇതിൻ്റെ ഇപ്പം റൈറ്റ് സൈഡ്, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹുക്കിൻ്റെ ഹുക്ക് ലെഫ്റ്റ് സൈഡിൽ കോഡ് എടുത്തിട്ട് യാണിനകത്ത് കൊളുത്താം. മീൻസ് ഇങ്ങനെ പിടിച്ചല്ലോ. ഇനി ഇതിനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ ചെയിനാവും. കണ്ടോ, വി പോലെ വന്നതുണ്ടോ? ഇതാണ് ചെയിൻ, ഫൗണ്ടേഷൻ ചെയിൻ. അങ്ങനെ നമ്മൾ 9 ചെയ്യണം. ഇപ്പോൾ 1 ചെയ്തു, പിന്നെ നമുക്ക് 8 കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ യാൺ ഓവർ പുൾ ത്രൂ ലൂപ്പ്, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. യാൺ ഓവർ ചെയ്യാം, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. യാൺ ഓവർ ചെയ്യാം, ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. അപ്പോൾ എത്ര എണ്ണായെന്ന് എണ്ണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വി കണ്ടോ, ഇതും ഒരു വി ആണ്, ഇതും ഒരു വി ആണ്, ഇതും ഒരു വി ആണ്, ഇതും ഒരു വി ആണ്. അപ്പം 1 2 3 4 4 എണ്ണം ആയിട്ടുണ്ട്. നമ്മൾ 4 5 കൂടെ ചെയ്യണം. അപ്പം ഞാൻ ചെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ 2 എക്സ്ട്രാ ചെയിനും കൂടെ ചെയ്യണം. അപ്പോൾ ചെയ്യാൻ ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക. ഇതിനെ ഇങ്ങനെ ഇതിനകത്ത് കൊളുത്താം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം കൂടെ ചെയ്യാണ്ട് യാൺ ഓവർ പൊട്ടും. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ 11 ചെയിനുണ്ട്. നമ്മൾ 11ഉം 10ഉം വിട്ടിട്ട് നമ്മൾ ഈ 2 ചെയിൻ വിടുക. 2 ചെയിനെ നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു ചെയിനിലേക്ക്, ഇപ്പോൾ 2 ചെയിൻ വിട്ടിട്ട് 3ാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് കേട്ടോ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ആംഗിൾ മാറ്റിയതാണ് ക്യാമറയുടെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിങ്ങനെ ഗ്രാബ് ചെയ്ത് യാൺ ഓവർ, ഇങ്ങനെ യാൺ ഓവർ, എന്നിട്ട് ഈ 3ാമത്തെ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ പുൾ ത്രൂ. അപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? യാൺ ഓവർ, ഒന്നും കൂടെ യാൺ ഓവർ. ഇപ്പം നമ്മൾ 3 ലൂപ്പിലിട്ടുണ്ടല്ലോ, ഇതിങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് യാൺ ഓവർ, പിന്നെ പുൾ ത്രൂ ഒരു 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഈ ലൂപ്പിൽ എടുക്കരുത്. അപ്പോൾ നമുക്കിപ്പോൾ 2 ലൂപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യാൺ ഓവർ ഇതിൻ്റെ 2ൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് വലിച്ചു കൊടുത്താൽ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ റെഡി. ഇനി നമ്മൾ ഒന്നും കൂടെ ചെയ്യാം. യാൺ ഓവർ, ഇൻസേർട്ട് യുവർ ഹുക്ക്, പിന്നെ ഒന്നും കൂടെ യാൺ ഓവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. 3 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ യാൺ ഓവർ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇനി യാൺ ഓവർ ഈ 2 ലൂപ്പിൻ്റെ കൂടെ എടുത്തു. ഇനി നമ്മൾ ഈ ഡബിൾ ക്രോഷ്യ ഇത്രയും ഇതുവരെ ചെയ്യാൻ പോവുകയാണ്, ചെയ്തത് തന്നെ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് മൊത്തം ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ട് കാണിക്കാം.
അപ്പോൾ ഞാൻ ഇത്രയും ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ yarn over, insert your hook into the chain and yarn over. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. പിന്നെ ഇപ്പം 3 ലൂപ്പായി. ഇനി yarn over, 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. yarn over, പിന്നെയും 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. അപ്പോൾ അതാ നമ്മൾ ഫുൾ ചെയ്ത്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ ഇത് ഇങ്ങനെയാണല്ലോ ഇരിക്കണേ. നമ്മളിങ്ങനെ വെച്ചിട്ട് എണ്ണി നോക്കിയാൽ മതി. വി എണ്ണി നോക്കണേ. 9 എണ്ണം ആയിട്ടുണ്ട്. ഞാൻ 9 എണ്ണം ചെയ്തു. നിങ്ങൾ 9 എണ്ണം ചെയ്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് കറക്റ്റ് അളവിൽ നമ്മൾ ഇത്രയും നമുക്ക് ഇതിനകത്ത് പണിയുള്ളൂ. കറക്റ്റ് സ്റ്റിച്ചിൻ്റെ ഇതൊക്കെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത റോയാണ്. ഇത് നമ്മുടെ വീതിയാണ് കേട്ടോ. ഇതിൻ്റെ വിഡ്ത്താണ്, നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ വിഡ്ത്താണ് നമ്മളിപ്പോൾ ചെയ്യണേ. നമ്മളിങ്ങനെ ചെയ്ത് ഇത്രയാക്കും. ഇത്രയൊന്നുമല്ല, ഇനി കൂടുതലാക്കണം. ഇനി നമ്മൾ അടുത്ത റോ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചെയിൻ, ഇവിടെ 2 ചെയിൻ ചെയ്യണം. അപ്പോൾ yarn over ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഒരു ചെയിനായി. yarn over, പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. 2ാമത്തെ ചെയിനായി. ഇനി നമ്മളിതിനെ തിരിക്കണം. നമ്മൾ തിരിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്. നമുക്ക് ഇതിൻ്റെ കണ്ടല്ലോ, ഇതാണ് നമ്മൾ ചെയിൻ ചെയ്തത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പോണത്. ഇൻസേർട്ട് ചെയ്തു കണ്ട. അപ്പോൾ yarn over ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് yarn over ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ ഇപ്പം 3 ലൂപ്പായി. yarn over 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് yarn over പിന്നെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിന് എനിക്ക് പണി കിട്ടിയല്ലോ. പണി കിട്ടിയില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്യണം. നേരത്തെ ചെയ്തതിൽ സ്റ്റിച്ച് മാർക്ക് ചെയ്യണമായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റിച്ച് മാർക്കർ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടിട്ട് ഇത് എന്ത് സാധനം എന്നറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്തേക്കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട്, ഇത് 2ഉം ചെയിനാണ്. ഇതിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ വി നോക്കിയാൽ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ പിന്നെ അടുത്തത് ഇത്രയും ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവാണ്. yarn over. അടുത്ത് ഇത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ, ഇതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. yarn over, insert your hook, yarn over, pull through. പിന്നെ ഇപ്പോൾ 3 ലൂപ്പായി. നമ്മൾ എന്ത് ചെയ്യണം? yarn over, pull through 2 loops, പിന്നെ yarn over, pull through 2 loops. ഇനി ഇത് നമ്മൾ ഇത്രയും ചെയ്യണം. ഉടൻ വരെ ചെയ്തിട്ട് ഞാൻ കാണാം. ഒരെണ്ണോട് ചെയ്ത് കാണിക്കാം. yarn over, ഉള്ളിക്കോടെ ഇൻസേർട്ട് ചെയ്യുക. yarn over, പിന്നെ 3 ലൂപ്പ് വെട്ടി 2 ലൂപ്പിനുള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഇനി 2 ലൂപ്പിനുള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ഫുള്ള് ചെയ്യാം. ഇത് 2ാമത്തെ റോയാണ്. 2ാമത്തെ റോയും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്പ് നമ്മൾക്ക് എത്ര ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതാണ് ലെങ്ത്ത്. നമ്മൾ ലെങ്ത്ത് ഇങ്ങനെ കൂട്ടി റൗണ്ടാക്കി ഒരു ഇത്രയും കുറച്ച് നീട്ടത്തിൽ ചെയ്യാം. എന്നിട്ട് നമുക്കിനെ വെച്ച് വളച്ച് നോക്കി നിങ്ങളുടെ തലയിലൊന്ന് വെച്ച് നോക്കാം. നിങ്ങളുടെ ആർക്കാണ് ഉണ്ടാക്കുന്നത് അവരുടെ തലയിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ അളവ് മതിയെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ്. ഞാൻ ഒന്നും കൂടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിന് നമ്മൾ എല്ലാ സ്റ്റെപ്പിലും ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഞാൻ ഇത് നമ്മൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 കറക്റ്റ്. നിങ്ങളിതെല്ലാം ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ചെയിൻ ചെയ്തതിൻ്റെ സ്റ്റിച്ചും നമ്മളിപ്പോൾ ഡബിൾ ക്രോഷേ ചെയ്തതിൻ്റെ സ്റ്റിച്ചും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ സ്റ്റിച്ച് മാറിക്കണം. അപ്പോൾ ചെയിൻ 2 ചെയ്യുക, തിരിക്കുക, പിന്നെ ചെയ്യുക, പിന്നെ ഇങ്ങനെ നീട്ടി വരാം. നമ്മളിതിങ്ങനെ ചെയ്ത് ഞാനൊരു ലെങ്ത് ആകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് എനിക്കിത് വേണ്ടത്ര ഇതിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ഇതിൽ ചെയ്യേണ്ടി വന്നു. നമ്മളിത് ഇതിനകത്ത് ഇങ്ങനെ
എന്താ കണക്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കണക്ട് ചെയ്താലാണ് ഇതാവുള്ളൂ. കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വരെയല്ല നമ്മൾ ചെയ്തെത്തി. നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഈ ഹുക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഇത് ഇത്ര നീളവും ഒരു ഏകദേശം ഇത്ര നീളത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കാം. ഇനി നമുക്ക് ഈ യാൺ പിടിച്ചൊന്ന് വലിച്ചു നോക്കാം. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടും. നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ നീഡിൽ വെച്ചത് തയ്ക്കാൻ പോവാണ്. നീഡിലേക്ക് നമുക്കിത് കയറ്റാം. അപ്പം ഇനി ഇത് രണ്ട് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കാൻ പോണേ. അപ്പോൾ നമ്മൾ തയ്ക്കണ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും വലുതുണ്ടാക്കിയപ്പോഴാണ് എൻ്റെ തല ഇത്രയും വലുതാണെന്ന് ഞാൻ അറിയണേ. നമ്മൾ എന്താ ഇങ്ങനെ കടത്തി ഇതിലൊന്ന് വലിച്ചെടുത്ത് അപ്പം ഇനി ഇതിൽ കൂടെ അടുത്ത ചെയിൻ കണ്ടോ അതിനകത്തേക്കൂടെ ഇൻസേർട്ട് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ഇട്ടും അത് തന്നെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ ബാക്കി ഈ എണ്ണ വെച്ചിട്ടാണ് ചെയ്യണേ. ഏതാണോ ഇനി ഫില്ല് ചെയ്യാനുള്ള അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ഇതും കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്ത് അപ്പുറത്തേലും ഇൻസേർട്ട് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ ഇതിനകത്ത് യാൺ ഓവർ ചെയ്തെടുക്കാൻ പോവാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, ഇനി നമ്മളിത് ചുമ്മാ ഒരു നോർമൽ കെട്ട് കെട്ടാൻ പോവാണ്. അപ്പോൾ ഒന്ന് ഞാൻ കുറച്ചും കൂടെ ഒരു ഉറപ്പിനായിട്ട് 2 എണ്ണം കെട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഇതിൻ്റെ ഇവിടെ കൂടെ ഇങ്ങനെ നീഡിൽ വെച്ച് ഇതാക്കി കൊടുക്കാം. പക്ഷെ എൻ്റെ ഇത് തികയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇല്ല പറ്റൂല. പക്ഷെ ഞാൻ കട്ട് ചെയ്ത് കളയാണ്. കാരണം 2 എണ്ണം ഞാൻ കെട്ടിയതുകൊണ്ട് ഇനി അത് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെയർ ബാൻഡ്. ഇനി നമ്മൾ ഈ വശം വെച്ചാണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെയർ ബാൻഡ്. ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം.